ഓരോ പൗരന്മാർക്കും ലോകത്തെവിടെയാണെങ്കിലും അവരുടെ ജീവനും സ്വത്തിനും ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ അറിഞ്ഞുകൊണ്ട് തന്നെ നെത്തന്യാഹു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നടന്നത് എന്ന് ചാനലിൽ വന്നിരുന്ന് തള്ളുന്ന പല ആളുകളുമുണ്ട്. അവർ ചെയ്യുന്നത് ആടിനെ പട്ടിയാക്കുന്ന പണി മാത്രമാണ്. ഹമാസ് എന്നല്ല, ഏതൊരു മുസ്ലിം തീവ്രവാദവും ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പിന്തുണയ്ക്കുന്ന ഇത്തരം ചെന്നായ്ക്കളുടെ വെറും മതേതര ഓരിയിടൽ മാത്രമായി അതിനെ കണ്ടാൽ മതി. ഒരേ സമയം തന്നെ ഇവർ ഹമാസ് മൊസാദിനെതിരെ നടത്തിയത് വളരെ വീരോചിതവും അത്ഭുതവുമായ ആക്രമണമാണെന്ന് പറയുകയും അതിൽ ആനന്ദിക്കുകയും അതിനോടൊപ്പം തന്നെ അയ്യോ ഞാനല്ല സാറേ, ഈ കൊലപാതകമെല്ലാം ചെയ്തത് അന്യനാണ് എന്ന് പറഞ്ഞ് കരയുന്ന അമ്പിയെ പോലെ ഇസ്രയേൽ പ്ലാനാണ് നടപ്പിലാക്കിയത് എന്നും നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഉള്ളിൽ ഹമാസിനെ പിന്തുണച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് അവർ ഇത്തരം ഗൂഢാലോചന തിയറി ചാനലുകളിൽ വന്നിരുന്ന് അവതരിപ്പിക്കുന്നത്. അത്തരം ആളുകളെയൊക്കെയാണ് നമ്മൾ പശ്ചിമേഷ്യ കാര്യ വിദഗ്ധർ എന്നൊക്കെ ചാനലിൽ കാണുന്നത്. ഇറാൻ, തുർക്കി, ഈജിപ്റ്റ് എന്നിവരുടെ പരസ്യമായ പിന്തുണയുടെയും റഷ്യ അല്ലെങ്കിൽ ചൈന എന്നിവരുടെ രഹസ്യമായ പിന്തുണയുടെയും കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ആസൂത്രിതമായ ഒരു പദ്ധതി ഇസ്രയേലിൽ ആവിഷ്കരിക്കാൻ കഴിയുക. അല്ലാതെ പാരാഗ്ലൈഡ് ചെയ്ത് ഇസ്രയേൽ അതിർത്തി കടക്കാനും അഥവാ മൊസാദിന്റെ കണ്ണ് വെട്ടിച്ച് കടന്നാൽ തന്നെ താജിന്റെ സമയത്തൊക്കെ ഉണ്ടായ ആക്രമണം പോലെ കണ്ണിൽ കാണുന്നവരെല്ലാം വെടിവെച്ച് കൊന്ന് ഒരു ആത്മഹത്യാ സ്ക്വാഡുകളെ പോലെ പ്രവർത്തിച്ച് ഒരു ആക്രമണം നടത്താൻ ഒരുപക്ഷെ ഹമാസിനോ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോ കഴിഞ്ഞേക്കാം. പക്ഷേ ഇസ്രയേലിൽ പാരാഗ്ലൈഡ് ചെയ്ത് ഇസ്രയേലിലേക്ക് വരാനും ഒരേ സമയം തന്നെ കടൽ മാർഗവും കരമാർഗവും പാരാഗ്ലൈഡ് ചെയ്തും ഒക്കെ ഇസ്രയേലിൽ കടക്കുകയും കുറേ സൈനികരെ ഉൾപ്പെടെയുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലാനും കുറേ അധികം ആളുകളെ പരിക്കേൽപ്പിക്കാനും വീടുകളിൽ കയറാനും കുറേ ആളുകളെ ബന്ദിയാക്കാനും കുറേ ആളുകളെ പിടിച്ചുകൊണ്ട് തിരികെ പാലസ്തീൻ്റെ മണ്ണിലേക്കും പോകാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇത്രയും കാലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹമാസിന് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമേ അല്ല. ഇത്തവണ ഇറാനോ ഈജിപ്റ്റോ അല്ലെങ്കിൽ ചൈനയുടെയോ റഷ്യയുടെയോ സഹായത്തോടെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ സംഘടനയിൽ കൂടി ചേർന്നിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഗാസയിൽ നിന്നുള്ള ആക്രമണം സ്ഥിരമായി പ്രതീക്ഷിക്കുന്ന ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ളൊരു ചതി പ്രതീക്ഷിച്ചു കാണില്ല. അല്ലെങ്കിൽ ഇത്രയും മരണം ഇസ്രയേലിൽ സംഭവിക്കുമായിരുന്നില്ല. കൂടാതെ അക്രമികൾ തെരഞ്ഞെടുത്ത ഒക്ടോബർ 6 എന്ന ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇസ്രയേലികൾ കുംഭസാരം പോലെ ഒരു ചടങ്ങ് നടത്തുന്ന ദിവസമാണ്, പൊതുവെ അവധി ദിവസമായ ശനിയാഴ്ചയാണ് എന്നതിനപ്പുറം ചരിത്രപരമായ ഒരു പ്രാധാന്യം കൂടി ഒക്ടോബർ 6 ഇസ്രയേലുമായി ബന്ധപ്പെടുത്തിയുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകൂടി പിന്നിലേക്ക് നമ്മൾ പോകണം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഈ ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന്. കഴിഞ്ഞ 2000 വർഷത്തിലധികമായി ലോകത്ത് ഏറ്റവും കൂടുതൽ വംശീയമായി ആക്രമണം നേരിട്ട ഒരു ജനത ഈ ഭൂമുഖത്തുണ്ടെങ്കിൽ അത് ജൂത സമൂഹമാണ്. ജീവനും ജീവിതവും നിലനിർത്താൻ വേണ്ടി ലോകത്ത് അവർ അഭയം തേടി നടക്കാത്ത രാജ്യങ്ങളെയില്ല. ബൈബിൾ പ്രകാരം സാക്ഷാൽ യേശുദേവൻ ജനിച്ച സമൂഹത്തിനാണ് ഈ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വന്നത്. ക്രൈസ്തവരുടെ ആരാധ്യദേവനായ യേശുവിനെ ശിക്ഷിച്ചതും കുരിശിൽ തറച്ച് കൊന്നതും ജൂതന്മാരായതുകൊണ്ട് തന്നെ കാലങ്ങളായി, പുരാതന കാലം മുതൽ തന്നെ മതപരമായി ക്രൈസ്തവർ ജൂതന്മാരെ വേട്ടയാടിയിരുന്നു. ഏതാണ്ട് 1800-ാം ആണ്ടിൽ ലോകത്ത് പല ഭാഗത്തായി അഭയാർത്ഥികളായും അതിജീവനത്തിനായും ജീവിച്ചിരുന്ന ജൂതസമൂഹം ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ ലവേഴ്സ് ഓഫ് സിയോൺ എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിൻ്റെ തുടർച്ചയെന്നോണം വർഷങ്ങൾക്ക് ശേഷം 1896 കാലത്ത് തിയോഡർ ഹെർസിൽ സിയോണിസം എന്നൊരു ആശയം മുന്നോട്ട് വച്ചു. ലോകത്ത് പല ഭാഗത്ത് ചിന്നിച്ചിതറിക്കിടന്ന സമൂഹം ഒരൊറ്റ ഇടം ലക്ഷ്യമാക്കി, പാലസ്തീൻ ലക്ഷ്യമാക്കി മൈഗ്രേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ഇസ്രയേലികൾ പാലസ്തീനിലേക്ക് ഒരുമിച്ച് മൈഗ്രേറ്റ് ചെയ്യുന്നു. പാലസ്തീൻ തിരഞ്ഞെടുക്കാൻ കാരണം അവരുടെ അടിസ്ഥാനം അവിടെ തന്നെ ആയിരുന്നു. അവരുടെ കാനോൻ ദേശമെന്നറിയപ്പെടുന്ന, അവരുടെ യേശുദേവൻ ജനിച്ച, അവരുടെ പൂർവികരുണ്ടായിരുന്ന അതേ സ്ഥലം തന്നെ. മാത്രമല്ല അവരുടെ ഏറ്റവും വിശുദ്ധമായ ദേവാലയം സ്ഥിതി ചെയ്യുന്ന ജെറുസലേമും പാലസ്തീൻ ആയതുകൊണ്ട് തന്നെയാണ് അവർ പാലസ്തീനിലേക്ക് എത്തിയത്. ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അഭയാർത്ഥികളെ പോലെ കടന്നു വന്ന് അവിടെ കയ്യേറുകയല്ല അവർ ചെയ്തത്. അത്രയും കാലം അവർ ജോലി ചെയ്ത് സമ്പാദിച്ച സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീൻ രാജ്യത്തെ വിവിധ പ്രദേശങ്ങൾ പണം കൊടുത്തു വാങ്ങിയാണ് ഇസ്രയേലികൾ തങ്ങളുടെ അതിജീവനം ആരംഭിച്ചത്. ആ സമയം പാലസ്തീൻ ഒട്ടോമൻ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു.
അന്ന് പാലസ്തീനിൽ സ്ഥലം കൂടുതലും ജനസംഖ്യ കുറവുമായതുകൊണ്ട് വരുന്ന ജൂതന്മാർക്ക് അവിടെ ജീവിക്കുവാൻ അവസരമുണ്ടായിരുന്നു. 1914 ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ ഓട്ടോമൻ ഭരണത്തെ തകർക്കുന്നതിനുള്ള തന്ത്രങ്ങളൊരുക്കി. എല്ലാ അറബ് രാജ്യങ്ങൾക്കും ചേർന്ന് ഒരു അറബ് ലീഗ് എന്നൊരു ആശയം മുന്നോട്ട് വച്ച് ഓട്ടോമൻ സാമ്രാജ്യത്തെ തോൽപ്പിക്കാൻ സഹായിച്ചാൽ ഒരു പൂർണ്ണമായ അറബ് രാഷ്ട്രം നിങ്ങൾക്ക് നൽകാമെന്ന് ബ്രിട്ടൻ മോഹം നൽകി. അതേസമയം തന്നെ ജൂതന്മാരോട് പറഞ്ഞത്, ഓട്ടോമൻ ഭരണത്തെ ഇല്ലാതാക്കാൻ നിങ്ങൾ സഹായിച്ചാൽ പ്രത്യേക ജൂതരാഷ്ട്രം എന്ന നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കാൻ ഞങ്ങൾ വഴി കണ്ടെത്താമെന്നായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം 1917 മുതൽ ഈ മേഖല പൂർണ്ണമായും ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് പങ്കിട്ടെടുക്കുകയാണ് ഉണ്ടായത്. ഫലത്തിൽ രണ്ടുപേരെയും ബ്രിട്ടൻ ചതിക്കുകയാണ് ചെയ്തത്. പാലസ്തീൻ, ജെറുസലേം ഉൾപ്പെടെയുള്ള മേഖല ബ്രിട്ടൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു. 1917 മുതൽ 1948 വരെ ബ്രിട്ടൻ ഈ മേഖല തങ്ങളുടെ അധീനതയിലാക്കി ഭരിച്ചു പോന്നു. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം, കോളനികൾ ഓരോന്നോരോന്നായി ബ്രിട്ടൻ ഒഴിവാക്കി തുടങ്ങിയ കാലം. 1948 ബ്രിട്ടൻ പാലസ്തീനിൽ നിന്ന് പിൻവാങ്ങുകയും അവിടുത്തെ തലവേദന ഐക്യരാഷ്ട്രസഭയെ ഏൽപ്പിക്കുകയും ചെയ്തു. ദീർഘമായ ചർച്ചകൾക്ക് ശേഷം 55% ഭൂമി ജൂതമതവിശ്വാസികൾക്കും 45% ഭൂമി അറബ് വംശജർക്കുമായി UN തന്നെ വീതിച്ചു നൽകി. കരാർ പ്രകാരവും ഇസ്രയേലികൾ പണം കൊടുത്തു വാങ്ങിയുമായ ആ 55% തരിശ് ഭൂമിയെ ജൂതർ ഇസ്രയേൽ എന്ന് വിളിച്ചു. അവരുടെ സ്വന്തം ഭൂമിയായി കണ്ട് പ്രയത്നിച്ച് ജീവിച്ചു തുടങ്ങി. ആ ഭൂമിയെ അവർ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യമാക്കി മാറ്റി. എല്ലാവിധ ആധുനിക ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ പൊന്നു വിളയിച്ചു. വ്യാവസായികമായും എല്ലാ അർത്ഥത്തിലും ഇസ്രയേൽ ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയാക്കി മാറ്റി. പാലസ്തീനികളും ഇസ്രയേലികളും ഇടകലർന്ന് ജീവിക്കുന്ന രീതിയിൽ തന്നെയാണ് UN രാജ്യത്തെ പകുത്ത് നൽകിയത്. ഗാസയും വെസ്റ്റ് ബാങ്കും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പാലസ്തീന് നൽകി. എല്ലാ മതവിശ്വാസികളുടെയും പ്രാധാന്യമുള്ള ഒരു മതപരമായ ഇടമാണ് ജെറുസലേം എന്നതുകൊണ്ട് തന്നെ അത് ഇസ്രയേലിനോ പാലസ്തീനോ നൽകാതെ അന്താരാഷ്ട്ര നിയന്ത്രണത്തിലാക്കി. എന്നാൽ ചുറ്റുമുണ്ടായിരുന്ന അറബ് രാജ്യങ്ങൾക്ക് ഈ ഉടമ്പടി സ്വീകാര്യമായിരുന്നില്ല. അവർ 1949 തന്നെ കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞൻ രാജ്യമായ ഇസ്രയേലിനെ വീണ്ടും ആക്രമിച്ചു. അതും അന്നത്തെ ശക്തികളായ ജോർദാൻ, ഈജിപ്റ്റ്, ലെബനൻ, സിറിയ തുടങ്ങിയ 5 രാജ്യങ്ങൾ. ക്രൈസ്തവ വിശ്വാസികൾ തുടങ്ങി ഹിറ്റ്ലർ വരെയുള്ളവരുടെ ആക്രമണങ്ങൾ നേരിട്ട ബ്രിട്ടൻ തുടങ്ങി പലരാലും ചതിക്കപ്പെട്ട ഇസ്രയേൽ ഇനിയും ഓടിയാൽ തങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല എന്ന തിരിച്ചറിവിൽ പ്രത്യാക്രമണം തുടങ്ങി. ജീവിക്കാൻ വേണ്ടിയുള്ള, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം. ദൈവത്തിൻ്റെ ജനതയ്ക്കൊപ്പം ആദ്യമായി ദൈവവും നിലനിന്ന ആദ്യ അവസരം. ഇസ്രയേൽ എന്ന കേവലം 1 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞൻ രാജ്യം 5 അറബ് രാഷ്ട്രങ്ങൾക്കെതിരെ പോരാടി വിജയിച്ചു. പക്ഷേ യുദ്ധത്തിനൊടുവിൽ ഇസ്രയേൽ തങ്ങളുടെ സ്ഥലം നിലനിർത്തിയെങ്കിലും പാലസ്തീൻ്റെ ഭാഗമായിരുന്ന ഗാസ ഈജിപ്റ്റും വെസ്റ്റ് ബാങ്ക് പ്രദേശം ജോർദാനും കൈയടക്കി വെച്ചു. ഫലത്തിൽ പാലസ്തീനികൾക്ക് ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതായി. 7 ലക്ഷം പാലസ്തീനികൾ അഭയാർത്ഥികളായി വിവിധ അറബ് രാജ്യങ്ങളിലേക്ക് കുടിയേറി. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാലസ്തീനികൾക്ക് സ്വന്തം മണ്ണില്ലാതാക്കിയത് ഇസ്രയേലല്ല. ഇസ്രയേൽ പണം കൊടുത്തു വാങ്ങിയ ഭൂമി, UN കരാർ പ്രകാരം നൽകിയ ഭൂമിയിലാണ് ഇസ്രയേൽ അവരുടെ കെട്ടിടങ്ങളും നിർമ്മാണങ്ങളും ഉണ്ടാക്കിയതെങ്കിൽ പാലസ്തീൻ്റെ മണ്ണില്ലാതാക്കിയത് ഈജിപ്റ്റും ജോർദാനും ലെബനാനും സിറിയയും അടക്കമുള്ള മുസ്ലിം രാഷ്ട്രങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. പിന്നീട് വർഷങ്ങളോളം ആ നില തന്നെ തുടർന്നു. 1964 കാലത്ത് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ ഉണ്ടാക്കി അവരുടെ ഭൂമിക്ക് വേണ്ടി പോരാട്ടം തുടങ്ങി. 1967 രണ്ടാം അറബ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ കൂടുതൽ കരുത്തരായി മാറിയ ഇസ്രയേൽ ഈജിപ്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഗാസയും വെസ്റ്റ് ബാങ്കും കൂടാതെ ഈജിപ്തിൻ്റെ വലിയൊരു മേഖല, പെനിൻസുല എന്നറിയപ്പെടുന്ന വലിയൊരു പ്രദേശം അവർ സ്വന്തമാക്കി. അതിർത്തി കൂടുതൽ സുരക്ഷിതമാക്കി. അതിനുശേഷം ജനസംഖ്യാവർദ്ധനവും തങ്ങൾ ആക്രമിച്ച് സ്വന്തമാക്കിയതിൻ്റെ അവകാശത്തിലുമാവാം വെസ്റ്റ് ബാങ്ക് മേഖലയിലേക്കും ഇസ്രയേലികൾ കുടിയേറാൻ തുടങ്ങി. അവിടെ വീടുകളും അവർക്ക് വേണ്ട സ്കൂളുകളും കോളേജും ആശുപത്രിയും റോഡുകളും ഒക്കെ തുടങ്ങിയുള്ള നിർമ്മാണങ്ങൾ അവർ ആരംഭിച്ചു. അവരുടേതായൊരു കോളനി സെറ്റിൽമെൻറ്റ് അവർ വെസ്റ്റ് ബാങ്കിലുണ്ടാക്കി. ഏതാണ്ട് 6.5 ലക്ഷം ഇസ്രായേലികൾ വെസ്റ്റ് ബാങ്ക് മേഖലയിൽ സ്ഥിരതാമസം തുടങ്ങി. അവരുടേതായ ഭരണനിർവഹണ ഓഫീസുകളും ഉദ്യോഗസ്ഥരും പട്ടാളവും ഒക്കെ വെസ്റ്റ് ബാങ്കിലുണ്ടായി. പിന്നീട് 1973 ചെറിയൊരു അറബ് ഇസ്രയേൽ യുദ്ധമുണ്ടായെങ്കിലും അതിർത്തികൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിച്ചില്ല. 1979 കാലത്ത് ഇസ്രയേലും ഈജിപ്തും ഭരിച്ച പ്രധാനമന്ത്രിമാർ ഒരുമിച്ചുണ്ടാക്കിയ ഒരു കരാറിൻ്റെ ഭാഗമായി മേഖലയിൽ സമാധാനം തിരികെ വരികയും
ഇസ്രയേൽ ഈജിപ്തിൽ നിന്നും പിടിച്ചെടുത്ത വലിയ പ്രദേശം ഈജിപ്തിന് ഇസ്രയേൽ തിരിച്ചു നൽകുകയും ചെയ്തു. മണ്ണിനു വേണ്ടി എന്തും ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇസ്രയേലെങ്കിൽ ഇസ്രയേൽ യുദ്ധം ചെയ്ത് കീഴടക്കി 14 വർഷത്തോളം കൈവശം വെച്ചിരുന്ന പ്രദേശം ഈജിപ്തിന് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഈജിപ്റ്റ് അങ്ങനെ ഇസ്രയേൽ എന്ന രാജ്യത്തെ ഔദ്യോഗികമായി അംഗീകരിക്കുന്ന ആദ്യ അറബ് രാജ്യമായി മാറി. 1978 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം പങ്കിട്ടതും അന്നത്തെ ഇസ്രയേൽ ഈജിപ്റ്റ് പ്രധാനമന്ത്രിമാരായിരുന്നു. 1981 ഒക്ടോബർ 6 ആ ഈജിപ്റ്റ് പ്രധാനമന്ത്രിയെ ഈജിപ്തിലെ തീവ്രപക്ഷം കൊലപ്പെടുത്തി. ഇസ്രയേലുമായി കരാറുണ്ടാക്കിയതിനും സമാധാനമുണ്ടാക്കിയതിനും ഈജിപ്തിലെ പ്രധാനമന്ത്രിക്ക് ഈജിപ്തിലെ തീവ്രപക്ഷ വിഭാഗം നൽകിയ മറുപടിയായിരുന്നു അവരുടെ തന്നെ പ്രധാനമന്ത്രിയെ കൊലപ്പെടുത്തിയത്. അതേ ഒക്ടോബർ 6, 2023 ഇസ്രയേൽ ആക്രമണം നേരിടുമ്പോൾ അതിനു പിന്നിൽ ഈ ചരിത്രപരമായ പ്രാധാന്യത്തിന് സാധ്യതയുണ്ടോ എന്ന് സംശയം തോന്നുന്നത്. 42 വർഷത്തിന് ശേഷമുള്ള അതേ ഒക്ടോബർ 6 തന്നെ ഇത്തരമൊരു ആക്രമണം ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ നടത്തി. ഇത്രയും വലിയൊരു രക്തരൂക്ഷിതമായ ഒരു ആക്രമണം ഇസ്രയേലിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ തീർച്ചയായും ഈജിപ്തിലെ മതതീവ്രവാദികളുമുണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. പിന്നീട് 1987 പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ സെക്കുലറാണെന്നും അവർക്ക് ശക്തി പോരെന്നും വാദം പറഞ്ഞ് ഹമാസ് എന്നൊരു തീവ്രവാദ സംഘടന പാലസ്തീനു വേണ്ടി പോർമുഖത്തിറങ്ങി. പക്ഷേ യാസർ അറാഫത്ത് നയിച്ചിരുന്ന PLO പാലസ്തീൻ നിയന്ത്രണമുണ്ടായിരുന്ന കാലത്ത് ഒരു പരിധിവരെയെങ്കിലും ഈ മേഖലയിൽ സമാധാനമുണ്ടായിരുന്നു എന്ന് പറയാം. 1992 ഇസ്രയേലിന് വളരെ നല്ലൊരു പ്രധാനമന്ത്രിയെ ഉണ്ടായി. ഇസ്ഹാഖ് റബീൻ എന്ന് പറയുന്ന അന്നത്തെ പ്രധാനമന്ത്രി പാലസ്തീനുമായി ആദ്യമായി സമാധാനം ആഗ്രഹിച്ചു. യാസർ അറാഫത്തിനെ നേരിൽ കണ്ട് ചർച്ചകൾ നടത്തി PLO എന്ന സംഘടനയെ ഔദ്യോഗികമായി അംഗീകരിച്ചു. ചരിത്രപ്രധാനമായ ഓസ്ലോ അക്കോർഡ്സ് പ്രകാരം ഇസ്രയേലും തമ്മിൽ സഹകരണം പ്രാബല്യത്തിൽ വന്നു. തൽഫലമായി 1994 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം യാസർ അറാഫത്തും ഇസ്ഹാഖ് റബീനും ചേർന്ന് കരസ്ഥമാക്കി. ഉടമ്പടി പ്രകാരം വെസ്റ്റ് ബാങ്ക് മേഖലയിൽ ഇസ്രയേൽ നിർമ്മിച്ച ടൗൺഷിപ്പുകളിൽ ചിലത് പാലസ്തീന് കൈമാറി. പൂർണ്ണമായും പാലസ്തീൻ നിയന്ത്രണത്തിലുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശം കാറ്റഗറി A ആയും പൂർണ്ണമായും ഇസ്രയേൽ ഭരണത്തിന് കീഴിലുള്ള വെസ്റ്റ് ബാങ്ക് പ്രദേശം കാറ്റഗറി C ആയും അവർ പരിഗണിച്ചു. പാലസ്തീനികളും ഇസ്രയേലികളും ഒരുമിച്ച് ജീവിക്കുന്ന വെസ്റ്റ് ബാങ്ക് മേഖല കാറ്റഗറി B ആയും പരിഗണിച്ചു. മേഖലയിൽ പരസ്പര സഹകരണം കൊണ്ടുവന്നു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇരു ഭരണാധികാരികൾക്കും കഴിഞ്ഞു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ പാലസ്തീൻ നിയന്ത്രണത്തിലുള്ള പ്രദേശത്ത് പോലും വൈദ്യുതിയും വെള്ളവും ഇന്ധനവും ഭക്ഷ്യധാന്യങ്ങളും എത്തിക്കുന്നത് ഇസ്രയേലാണ്. ഗാസയിലെ പ്രധാന മേഖലകൾക്ക് വൈദ്യുതിയും വെള്ളവും ഇന്ധനവും ഇപ്പോഴും എത്തിക്കുന്നത് ഇതേ കണ്ണിൽ ചോരയിൽ എന്ന് പറയുന്ന ഇസ്രയേൽ തന്നെയാണ്. ഒരു രാജ്യത്തിൻ്റെ നായകൻ മറ്റൊരു രാജ്യത്തിന് വില്ലനാകാം. ഒരു രാജ്യത്തിൻ്റെ വില്ലനെ മറ്റൊരു രാജ്യം തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നായകനാക്കി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഭാരതം ഉൾപ്പെടെ പല രാജ്യങ്ങളും പാലസ്തീൻ അക്രമികളെ പിന്തുണച്ചസ്തീന് അയാൾ അവരുടെ നല്ല നായകൻ തന്നെയായിരുന്നു. ഇസ്രയേലിലെ തീവ്ര ജൂത വിഭാഗത്തിൻ്റെ ആക്രമണത്തിൽ നേരിട്ടുള്ള വെടിയേറ്റ് 1995 റബ്ബിനും കൊല്ലപ്പെട്ടു. അവരുടെ ഏറ്റവും നല്ല പ്രധാനമന്ത്രിയായിരുന്ന റബ്ബിനെ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ വെടിവെച്ച് കൊല്ലുന്നതിന് സമാനമായി നേർക്കുനേരെ നിന്ന് 3 വെടിയുതിർത്തി കൊലപ്പെടുത്തി. അതിനുശേഷമാണ് 1996 പാലസ്തീൻ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഹമാസ് കൂടുതൽ തീവ്ര വിഭാഗമായി മാറുന്നതും ഇസ്രയേലിനെ ആക്രമിക്കാൻ സ്ഥിരമായി സൂയിസൈഡ് ബോംബർമാരെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. 2002 കാലമായപ്പോഴേക്കും വീണ്ടും ഗുരുതര ആക്രമണവും ബോംബിങ്ങും മേഖലയിൽ സ്ഥിരമാകാൻ തുടങ്ങി. പിന്നീട് ഗാസയിലെ പാവപ്പെട്ട ആളുകളുടെ പട്ടിണിയും അവരുടെ ദുരിതവും വീഡിയോയും ചിത്രങ്ങളും സഹിതം ലോകമാകെ പ്രചരിപ്പിച്ച് ഹമാസ് ജീവിക്കാൻ തുടങ്ങി. അവരെ ഉപയോഗിച്ചുകൊണ്ട് ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദികൾ നിലനിൽക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായാണ് പിന്നീട് ആ മേഖലയിൽ അശാന്തിയും അസ്ഥിരതയും സ്ഥിരമായി തുടങ്ങിയത്. വെസ്റ്റ് ബാങ്കിലെ ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്ത് അവരുടെ നിർമ്മിതികൾക്ക് പ്രത്യേകം ബൗണ്ടറി വാളുകൾ ഇസ്രയേൽ പണിതു തുടങ്ങി. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ സ്വതവേ സമാധാനത്തോടെ ജീവിച്ചിരുന്ന പാലസ്തീനികളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് ഈ ഹമാസിൻ്റെ കാലത്തിന് ശേഷമാണ്. 2006 തെരഞ്ഞെടുപ്പിൽ ഗാസ മേഖലയിൽ ഹമാസ് ജയിച്ചു. ഭരണം നേടിയപ്പോൾ വെസ്റ്റ് ബാങ്ക് PLOയുടെ നിയന്ത്രണത്തിൽ തന്നെ തുടർന്നു. അവർ ഇസ്രയേലിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഭരണം നടത്തി ആ മേഖലയിൽ ഏതാണ്ട് സമാധാനം പാലിച്ചു പോരുന്നു. ഹമാസ് ഭരിക്കുന്ന ഗാസയിൽ അന്ന് മുതൽ ഇപ്പോഴും ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങി അവിടുത്തെ സാധാരണക്കാരെ ഉപയോഗിച്ച് ഹമാസ് ലോകത്തോട് തെണ്ടി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്തവണ ഇറാനോ ഈജിപ്റ്റോ അല്ലെങ്കിൽ ചൈനയുടെയോ റഷ്യയുടെയോ സഹായത്തോടെ തന്നെ വെസ്റ്റ് ബാങ്കിലുള്ള പാലസ്തീൻ സംഘടനകൾ കൂടി ചേർന്നിട്ടാണ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയത്. ഗാസയിൽ നിന്നുള്ള ആക്രമണം സ്ഥിരമായി പ്രതീക്ഷിക്കുന്ന ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള ചതി പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ലെങ്കിൽ ഇത്രയും മരണം ഇസ്രായേലിൽ സംഭവിക്കില്ല. കൂടാതെ അക്രമികൾ തിരഞ്ഞെടുത്ത ഒക്ടോബർ 6 ഇസ്രായേലികൾ കുമ്പസാരം പോലെ ചടങ്ങ് നടത്തുന്ന ഒരു ദിവസമാണ്. ഒപ്പം മതപരമായി അവധിയുള്ള ശനിയാഴ്ചയും. 1949 കാലത്ത് 1 വയസ്സുള്ള കുഞ്ഞൻ ഇസ്രായേൽ
5 വലിയ അറബ് രാജ്യങ്ങളെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതാണെന്ന് ഓർക്കണം. ഇത് വെസ്റ്റ് ബാങ്കിൽ കൂടെ താമസിച്ചിരുന്ന, അതായത് അയൽക്കാരെ പോലെ കണ്ടിരുന്ന ആളുകളിൽ നിന്നും കാശ്മീരി പണ്ഡിറ്റുകൾ നേരിട്ട അക്രമത്തിന് സമാനമായ ആക്രമണമാണ് ഇന്നലെ ഇസ്രയേലുകൾ നേരിട്ടത്. ഇതിനുള്ള മറുപടി ഭീകരമായിരിക്കും. ഏതറ്റം വരെയും പോയി ഏത് രീതിയിൽ അവസാനിപ്പിക്കണമെന്ന് ഇസ്രയേൽ മാത്രമായിരിക്കും തീരുമാനിക്കുക. കാത്തിരിക്കുന്നത് വലിയ ഭീകരാവസ്ഥകൾ തന്നെയാണ്. അത്തരം ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും പലരും രാഷ്ട്രീയ നേട്ടവും സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കിയേക്കാം. പക്ഷേ ഇസ്രയേലിന് ഇത് നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. അവരെ സഹായിക്കാൻ ആരും ഈ ലോകത്തുനിന്ന് വരില്ല എന്നവർക്കറിയാം. സ്വയം പ്രതിരോധിക്കാൻ വേണ്ടി ആക്രമണം തന്നെയാണ് ഏറ്റവും വലിയ ഉപായമെന്ന് അവരെ ആർക്കും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല.